വെൽക്കം ടു CC സൈബർ ക്യാമ്പസ്. ഇന്ന് നമ്മൾ പൈത്തൺ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് ഒരു കളർ ഗെയിം ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ? ടികിൻഡർ എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗെയിം ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുക്കാം. വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ നമുക്ക് ന്യൂ ഫയൽ ഓപ്പൺ ചെയ്യാം. ന്യൂ പൈത്തൺ ഫയലിൽ സെലക്ട് ചെയ്യാം. പൈത്തൺ ഫയൽ സെലക്ട് ചെയ്യാം. ദെൻ നമുക്കിതൊന്ന് സേവ് ചെയ്യണം. സോ നമ്മൾ ഫയലില് സേവ് ഗെയിം ആണ് അല്ലേ, കളർന്ന് കൊടുക്കാം. നമുക്ക് കളർ ഗെയിം .py. ഓക്കെ, അപ്പൊ നമ്മളിപ്പം കളർ ഗെയിം .py എന്ന് പറയുന്ന ഫയല് പൈത്തൺ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫസ്റ്റ് നമ്മളിത് ടികിൻഡർ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഗെയിം ക്രിയേറ്റ് ചെയ്യുന്നത്. സോ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഇമ്പോർട്ട് ടികിൻഡർ ഇമ്പോർട്ട് ചെയ്യണം. സോ ഇമ്പോർട്ട് ടികിൻഡർ ഇമ്പോർട്ട് ചെയ്തു. ഇത് നമ്മൾ റാൻഡം ആയിട്ട് കുറച്ച് കാര്യങ്ങൾ വരണം. അതായത് നമ്മൾ ഈ ഗെയിം എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായി കാണുമല്ലോ. നമ്മൾ വേർഡ് ടൈപ്പ് ചെയ്യുന്ന വേർഡ് കാണിക്കും. സോ ആ വേർഡിന്റെ മേലുള്ള കളർ ഏതാണോ കളറാണ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. സോ റാൻഡംലി നമുക്ക് വേർഡ്സ് പ്രിന്റ് ചെയ്തുകൊണ്ടേ നിൽക്കണം. സോ നമ്മൾ റാൻഡം എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ കൂടെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. സോ നമ്മൾ റാൻഡം കൊടുക്കുക. ദെൻ നമുക്ക് കളേഴ്സ് എന്ന് പറയുന്ന ഒരു ലിസ്റ്റ് വേണം. സോ നമ്മൾ കളേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ് ബിൽഡ് ചെയ്യാണ്. ദെൻ നമുക്ക് കുറച്ച് കളേഴ്സ് കൊടുക്കാം. റെഡ്, ഗ്രീൻ, ബ്ലൂ, black, white, grey, purple, പിന്നെന്താ ബ്രൗൺ, പിന്നെന്താ പിങ്ക്, യെല്ലോ, ഓറഞ്ച് ഉണ്ട് അല്ലേ, ഓറഞ്ച്. ഇത്ര ഓൾമോസ്റ്റ് എല്ലാ കളറും ആയല്ലോ അല്ലെ. ഓക്കെ, നമുക്ക് ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ കളേഴ്സ് ആണ് നമുക്ക് വരാം. സോ നമുക്കൊരു സ്കോർ വേണം. സ്കോർ ഫസ്റ്റ് നമുക്ക് 0 ഇനീഷ്യലൈസേഷൻ ചെയ്യാം. ദെൻ ടൈം വേണം. നമുക്കൊരു ടൈം ലെഫ്റ്റ് ഒരു 30 സെക്കൻഡ്, 30 ആയിക്കോട്ടെ, 30 കൊടുത്തു. ദെൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫംഗ്ഷൻ കൊടുക്കാം. സ്റ്റാർട്ട് ഗെയിം എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് ഫസ്റ്റ് ഡിഫൈൻ ചെയ്യുന്നത്. സോ സ്റ്റാർട്ട് ഗെയിം. ഈ നമ്മൾ എപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ മതി? ടൈം ലെഫ്റ്റ് എന്ന് പറയുന്നത് 30 സമയത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. എന്ത്? കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യണം. കൗണ്ട് ഡൗൺ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാനിവിടെ കോൾ ചെയ്തിട്ടുണ്ട്. നമുക്കത് ഡിഫൈൻ ചെയ്യണം. ദെൻ ഓരോ പ്രാവശ്യം നെക്സ്റ്റ് കളർ എന്നുള്ള ഫംഗ്ഷനും വിളിക്കണം. സോ നമുക്ക് ഈ ഫസ്റ്റ് തന്നെ ഡിഫ് നെക്സ്റ്റ് കളർ കൊടുക്കാം. ഇതിന് ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. എന്താ നെക്സ്റ്റ് കളർ എന്ന് പറയുമ്പോൾ 2 വേരിയബിൾ നമുക്ക് ഗ്ലോബലി കൊടുക്കാം. ഗ്ലോബൽ സ്കോറും ഗ്ലോബൽ ടൈം ലെഫ്റ്റും. ഓക്കെ, ഇത് നമ്മൾ ഈ ടൈം ലെഫ്റ്റ് എന്ന് പറയുന്നത് >0 ആണെങ്കിൽ ഈ ഡോട്ട് set. Then if e dot get dot നമ്മൾ കൊടുക്കുന്ന വേർഡും അതിൽ കൊടുത്തിട്ടുള്ള കളറും ഈ കളേഴ്സിൽ കൊടുത്തിട്ടുള്ള ഓരോ വേർഡുമായിട്ട് ഈക്വൽ ആണെങ്കിൽ അല്ലെ, നമ്മൾ കൊടുക്കുന്ന കളറും നമ്മൾ എഴുതി കൊടുക്കുന്ന നമ്മൾ ഓൾറെഡി വേർഡിലുള്ള കളറും അതേപോലെ തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന കളറും ഈക്വൽ ആണെങ്കിൽ ആണ് നമുക്ക് സ്കോർ കിട്ടുള്ളൂ. സോ സ്കോർ പ്ലസ് ഈക്വൽ ടു 1. അല്ലെങ്കിൽ നമ്മൾ ഈ ഡോട്ട് ഡിലീറ്റ് ഓഫ് 0, ഡോട്ട് എൻഡ്. ഓക്കെ, നമ്മൾ റാൻഡംലി വീണ്ടും അടുത്ത കളർ വരണം അല്ലേ. സോ റാൻഡം ഡോട്ട് ഷഫിൾ കളേഴ്സ് ഷഫിൾ ചെയ്ത് വരണം. ഇനി നമുക്ക് 2 ലേബൽ കൊടുക്കാനുണ്ട്. സോ ലേബൽ ഡോട്ട് കോൺഫിഗില്
fg equal to str of colors of 0, colors of 1, colors of 1, comma, text equal to str of colors of 0. Then നമുക്ക് സ്കോർ ലേബൽ ഒന്ന് ഡിഫൈൻ ചെയ്യണം. സ്കോർ ലേബൽ ഡോട്ട് കോൺഫിഗ്, നമുക്ക് സ്കോർ ലേബലും കോൺഫിഗ് ചെയ്യണം. സോ ടെക്സ്റ്റ് ഈക്വൽ ടു സ്കോർ പ്ലസ് str ഓഫ് സ്കോർ. അപ്പൊ നമ്മൾ ഇത് രണ്ടും കോൺഫിഗ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. ഇനി ഇത് ഫംഗ്ഷൻ ഉള്ളത് നമുക്ക് കൗണ്ട് ഡൗൺ ഉണ്ട് അല്ലെ. സോ നമുക്ക് കൗണ്ട് ഡൗൺ ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. കൗണ്ട് ഡൗണിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് ടൈം ലെഫ്റ്റ് വേണം അല്ലെ. സോ ടൈം ലെഫ്റ്റ് വേണം അല്ലെ. സോ നമ്മൾ ഗ്ലോബലി ടൈം ലെഫ്റ്റിന് കൊടുക്കുകയാണ്. ദെൻ ഇഫ് ടൈം ലെഫ്റ്റ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഒരു ടൈം ലേബൽ കൊടുക്കാം. ടൈം ലേബൽ ഡോട്ട് കോൺഫിഗ് ഓഫ് ടെക്സ്റ്റ് ഈക്വൽ ടു ടൈം ലെഫ്റ്റ് കോമ str ഓഫ് ടൈം ലെഫ്റ്റ്. നമുക്ക് ഒരു ലേബലും കൂടെ കൊടുക്കണം. സോ ടൈം ലേബൽ ഡോട്ട് ആഫ്റ്റർ 1000 കോമ. ഓക്കെ, ഇത്രയും നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ ഓരോ പോളിംഗ് എങ്ങനെയാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്കൊരു റൂട്ട് ഈക്വൽ ടു ഡോട്ട് ടിക്ക് കൊടുത്തു. ദെൻ നമുക്ക് റൂട്ടിന്റെ ടൈറ്റിൽ സെറ്റ് ചെയ്ത് കൊടുക്കണം. ഒരു കളർ ഗെയിം ആണ് അല്ലെ. സോ നമുക്ക് കളർ ഗെയിം തന്നെ ഹെഡിങ് കൊടുക്കാം. ഒരു കളർ ഗെയിം ആണ്, ടൈറ്റിൽ കളർ ഗെയിം ഇരിക്കട്ടെ. ദെൻ നമുക്ക് റൂട്ട് ഡോട്ട് ജിയോമെട്രി, നമുക്ക് കുറച്ച് സൈസുകൾ കൊടുക്കണം അല്ലെ. നമ്മൾ ആ ഒരു ഇത് വരുന്ന, സോ ഞാനിപ്പോ 375 into 200 ആണ് കൊടുക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ആ ഒരു ബോക്സ് വരുന്നത് എന്നുള്ളത്. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സൈസ് എന്ത് ചെയ്ത് കൊടുക്കാം, ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി ഫസ്റ്റ് വൺ ഇൻസ്ട്രക്ഷൻ നമ്മൾ കൊടുക്കണം. ഇൻസ്ട്രക്ഷൻസ് എന്താണ്? ഇൻസ്ട്രക്ഷൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു കൊടുക്കണം അല്ലെ. സോ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ ടേക്കിന്റെ ഡോട്ട് ലേബൽ എന്താ വരേണ്ടത്? റൂട്ട് കോമ ടെക്സ്റ്റില് ടൈപ്പ് in the colors of the words and not in the words. നമുക്ക് വേർഡ്സിന്റെ മേലുള്ള കളറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്, വേർഡ് അല്ല. സോ ഫോണ്ട് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഫോണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഹെൽവെറ്റിക്ക എന്ന് പറയുന്ന ഒരു ഫോണ്ട് എടുത്തു. ദെൻ സൈസ് ഒരു 12 എടുത്തു. നമുക്കിത് ജസ്റ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാത്തിനും നമുക്ക് തന്നെ കൊടുക്കാം. സോ നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇൻസ്ട്രക്ഷൻസിനെ നമുക്ക് പാക്ക് ചെയ്യണം. സോ ഇൻസ്ട്രക്ഷൻസ് ഡോട്ട് പാക്ക്. ദെൻ അടുത്ത എന്താണ്? നമുക്ക് സ്കോർ ലേബൽ ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. സോ സ്കോർ ലേബൽ ഈക്വൽ ടു, ഓക്കെ, ഇതുപോലെ തന്നെ ടേക്കിന്റെ ഡോട്ട് ലേബൽ ഓഫ് റൂട്ട് കോമ ടെക്സ്റ്റ് ഈക്വൽ ടു പ്രസ് എന്റർ ടു സ്റ്റാർട്ട്. പ്രസ്
എൻഡ് ടു സ്റ്റാർട്ട്. ദെൻ നമ്മൾ കോമട്ട് ഫോണ്ട് ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് അത് തന്നെ അപ്ലൈ ചെയ്തു. നമുക്ക് ഈ സ്കോർ ലേബലിനും കൂടെ എന്ത് ചെയ്യണം, പാക്ക് ചെയ്യണം. എല്ലാത്തിനും പാക്ക് ചെയ്തിടാം. ദെൻ നമുക്ക് ടൈം ലേബൽ കൊടുക്കണം. സോ ടൈം ലേബൽ ഈക്വൽ ടു കിൻഡർ ഡോട്ട് ലേബൽ ഓഫ് റൂട്ട് കോമ text equal to time plus strs time left. നമുക്ക് ഇതിന് ഫോണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം. സോ നമ്മളിവിടെ കോമട്ടിച്ച് ഫോണ്ട് കൊടുക്കാം. ദെൻ നെക്സ്റ്റ് വരുന്നത്, ഇതിന് നമ്മൾ പാക്ക് ചെയ്തില്ലല്ലോ, ടൈം ലെഫ്റ്റ് അല്ല, ടൈം ലേബൽ. സോ നമുക്ക് ഇതിനും കൂടെ പാക്ക് ചെയ്യാം. ടൈം ലേബൽ ഡോട്ട് പാക്ക്. ദെൻ നെക്സ്റ്റ് വരുന്ന എന്ത് ലേബലാ? ഇനി നമുക്ക് ഒരു ലേബൽ ഉണ്ട് അല്ലേ. സോ ആ ലേബലിന് കൊടുക്കാം. ലേബൽ ഈക്വൽ ടു ടേക്കിൻഡർ ഡോട്ട് ലേബൽ ഓഫ് റൂട്ട് കോമ, നമുക്ക് ഇതും കൂടെ കൊടുത്താൽ മതിയോ, ഫോണ്ടും കൂടെ കൊടുത്താൽ മതി. ഒരു കുറച്ച് വലിയൊരു ഫോണ്ട് ആയിക്കോട്ടെ അല്ലെ, നമ്മളെ വേർഡ് എന്ന് പറയുന്ന കുറച്ച് വലിയൊരു ഫോണ്ട് ആയിക്കോട്ടെ. ഇതും കൂടെ നമുക്ക് പാക്ക് ചെയ്യാം. ഇത്രയും നമ്മൾ കൊടുത്തു. ഇനി നമുക്ക് ഇതിന്റെ കുറച്ച് ഈ എന്താന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടില്ല. ഡോട്ട് എൻട്രി ഓഫ് റൂട്ട് ഡോട്ട് ബൈൻഡ് സ്റ്റാർട്ട് നെയിം അപ്പൊ നമ്മൾ ലാസ്റ്റ് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇപ്പൊ വന്നത് നമുക്കൊരു ചെറിയൊരു ബോക്സ് ആണ്. സോ നമുക്കിതൊന്ന് കുറച്ചും കൂടെ വലുതാക്കാം അല്ലെ. നമുക്ക് ഇവിടെ ഒരു നമ്മൾ ജിയോമെട്രി കൊടുത്ത സ്ഥലത്ത് ഒരു 575 ഒരു 300 ആക്കാം. അപ്പൊ നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. സേവ് ചെയ്തു, റൺ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ ബോക്സ് വന്നിട്ടുണ്ട്. സോ നമ്മൾ എൻ്റർ അടിക്കുന്നു. വൈറ്റ് എന്നുള്ളതിന് ബ്ലൂ. പക്ഷെ നമ്മുടെ സ്കോർ കൂടിയില്ലല്ലോ അല്ലെ. സ്കോറും ടൈം ലെഫ്റ്റും കുറഞ്ഞിട്ടില്ല. സോ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം നമ്മൾ എവിടെയാ ടൈം ലെഫ്റ്റ് കൗണ്ട് ഡൗൺ കൊടുത്തത്. ഓ, ഇവിടെ നമ്മൾ ടൈം കുറച്ചിട്ടില്ല. ടൈം ഓരോ പ്രാവശ്യവും ടൈം ഡിക്രിമെന്റ് ചെയ്യണം അല്ലെ. സോ മൈനസ് ഈക്വൽ ടു 1. അപ്പോഴല്ലേ നമുക്ക് ഓരോ പ്രാവശ്യവും ടൈം ലെഫ്റ്റ് കുറയുള്ളൂ. അതുപോലെ നമുക്ക് സ്കോർ കൂടുന്നില്ല. ഓക്കെ, ഇവിടെ കളേഴ്സ് ഓഫ് 1 ആയിരുന്നു വേണ്ടത്. സോ നമ്മൾ സേവ് ചെയ്യുന്നു. ഒന്നും കൂടെ റൺ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മൾ എൻ്റർ ചെയ്യുന്നു. ഫസ്റ്റ് വന്നത് വൈറ്റ്. ബ്ലൂ ആണോ ഗ്രേ ആണോ? ഗ്രേ അല്ലേ. റെഡ്, അയ്യോ റെഡ് അല്ലല്ലോ, യെല്ലോ, ഗ്രേ, ബ്രൗൺ, ബ്ലൂ, വീണ്ടും ബ്ലൂ, ഗ്രീൻ, റെഡ്, പിങ്ക്. ടൈം കഴിഞ്ഞു. ഇപ്പൊ നോക്കൂ, നമ്മളിവിടെ കൊടുക്കുന്ന സ്കോറും നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. ഇതൊരു മൈൻഡ് ഗെയിം ആണ് അല്ലെ. നമ്മുടെ കോൺസെൻട്രേഷൻ ഒക്കെ ചെക്ക് ചെയ്യുന്ന ഒരു അടിപൊളി ഗെയിമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ വളരെ ഈസി ആയിട്ടാണല്ലേ ഈ ഒരു പ്രോഗ്രാം ചെയ്തത്. നമ്മൾ അധികം എവിടെയും കാണാത്ത ഒരു ഗെയിം ആയിരുന്നു ഇത്, കളറ് ടൈപ്പ് ചെയ്യുക എന്നുള്ളത്. എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുമല്ലോ. അപ്പോൾ ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് CC സൈബർ ക്യാമ്പസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മുന്നേ നമ്മൾ ഒരുപാട് പുതിയ പുതിയ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണുക, ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക്